നമസ്കാരം. നമ്മൾ റുബുൽ ഖാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് മോഡൽ ചോദ്യം നോക്കാം. അപ്പോൾ ലഘു ചോദ്യങ്ങൾ എന്ന് വെച്ചാൽ 1-2 വാചകത്തിൽ ഉത്തരം എഴുതുക എന്ന് പറഞ്ഞ് 2 മാർക്കിന് വരുന്ന ചോദ്യങ്ങളാണ്. റുബുൽ ഖാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന് മുസഫർ അഹമ്മദ് വിശേഷിപ്പിക്കുന്നത് ആരെ, എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം മണൽക്കാറ്റിനെയാണ് വിശേഷിപ്പിക്കുന്നത്, എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതൊന്ന് എഴുതുക. പിന്നെ എന്താണ് നക്ഷത്ര ഖബർ എന്നതാണ് അടുത്ത ചോദ്യം. പിന്നെ ഒരു ഖണ്ഡിക ചോദ്യം എന്ന് വെച്ചാൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെയൊക്കെയാണ്. മരുഭൂമിയിൽ ലേഖകൻ കണ്ട കിളിവീടുകളെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. അതുപോലെ മരുഭൂമിയിലെ മണൽച്ചതികൾ എഴുത്തുകാരനെയും സംഘത്തെയും വലച്ചത് എന്ന് വെച്ചാൽ ബുദ്ധിമുട്ടിച്ചത് എങ്ങനെയെന്ന് വിവരിക്കുക. പിന്നത്തെ ചോദ്യം ഉമ്മൂറു ഖൈബയിലെ ഒട്ടകമേളയിൽ എഴുത്തുകാരൻ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു. അദ്ദേഹം ആ ഒരു ഭാഗത്ത് തന്നെ ധാരാളം വിവരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് പാരഗ്രാഫ് ഒരു പുറത്തിൽ കവിയാതെ എഴുതുക എന്ന മോഡലിലാണ് വരിക കേട്ടോ. പിന്നെ വരുന്നത് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്, ഉപന്യാസം എന്ന രീതിയിൽ വരുന്നത്. അദ്ദേഹം മരുഭൂമിയിലൂടെ നടത്തിയ യാത്രകളിൽ വി മുസഫർ അഹമ്മദിനുണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ മൊത്തം പറയണം, 3 ഭാഗങ്ങളാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. വീഡിയോ നിങ്ങൾ കാണണേ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് 3 ഭാഗങ്ങളിൽ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ച് പറയുന്നില്ലേ. അപ്പോൾ അത് അതേപോലെ എഴുതുക. പിന്നെ രണ്ടാമത്തെ ചോദ്യം, മരുഭൂമിയിലൂടെ നടത്തിയ യാത്രകൾ വലിയ വിസ്മയങ്ങളാണ് യാത്രികന് സമ്മാനിച്ചത്, ശരിയാണോ എന്നതാണ്. ശരിയാണെന്ന് നമുക്കൊക്കെ അറിയാം. റുബുൽ ഖാലിയിലെ നാറാണത്ത് ഭ്രാന്തൻ എന്ന പാഠഭാഗം മുൻനിർത്തി വിശദീകരിക്കുക. അദ്ദേഹത്തിന് മരുഭൂമിയിൽ കാണുന്ന ഓരോ കാഴ്ചകളും വിസ്മയങ്ങളായിരുന്നു. കിളിവീടുകളാണെങ്കിലും ഗാഫ് മരങ്ങളാണ് എന്നുണ്ടെങ്കിലും മണൽക്കാറ്റുകളാണ്, അങ്ങനെ എന്ത് കാഴ്ചയും അദ്ദേഹം ജീവിതത്തോട് ബന്ധപ്പെടുത്തി പറയുന്നത് നമുക്ക് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.